Good afternoon to all. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. So, how are you all? Good afternoon. Yes. I'm fine, ma'am. Fine, ma'am. Yeah. Yeah. English ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആണോ? അതെ അല്ലേ? എന്താണ് റെസ്പോൺസ് ഇല്ലാതെ? ആക്റ്റീവ് ആണോ എല്ലാവരും? ഈ ക്ലാസ് കേട്ടതിന് ക്ഷീണാണോ? Yes, ma'am. Yes, ma'am. ഓക്കെ. ഇംഗ്ലീഷ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ചോദിച്ചോ എന്നെ? ചോദിച്ചോ? ഇല്ല. ചോദിച്ചില്ല. അപ്പൊ മിസ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല. ഓക്കെ, സമാധാനം അല്ലെ? എങ്ങനെയാണോ? വിചാരിച്ചു ഓർത്തു. ഓർത്തു. ഓക്കെ, ഓർത്തത് നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖമാണ്. കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായി. അപ്പൊ ഇടക്കിടക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കേറാലോ? Kera. No problem. ഓക്കെ ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രപ്പോസിഷൻ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അല്ലെ? അതില് വൈ വെച്ച് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രപ്പോസിഷനും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഡൗട്ട് വെച്ചിട്ടിരിക്കരുത്. ആ പറയൂ. ഷിബില വിളിച്ചോ? ഓക്കെ, മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. Take your notebook and write down the continuation of preposition. Okay, so let's moving on. The next preposition is between. Yeah, between. നിങ്ങൾക്ക് അറിയാലോ between എന്താണ്? അറിയാം അല്ലെ? സിമ്പിൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. ഒരുപാട് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് between? ഇത്രയും മാത്രം അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. Preposition between. Between means എന്താ? ഇടയിൽ എന്നൊരു മീനിങ്ങിലാണ് വരാ അല്ലെ? ഇടയിൽ. I'm standing between two walls. ഞാൻ രണ്ട് വാൾസിന് അടുത്ത് നിൽക്കുകയാണ് അല്ലെ? I'm standing between two walls. Then between us means a little active. ഞങ്ങൾക്കിടയിൽ അതാണ് കുറച്ചുകൂടെ ആക്റ്റീവ് അല്ലെ? ഇതൊക്കെയാണ് between എന്ന് പറയാ. ഇടയിൽ എന്നൊരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് മീനിങ്സ് ഒന്നുമില്ല ഇടയിൽ. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എന്നോട് നിങ്ങൾ പറയണം. ഓക്കെ ആണോ? ഓക്കെ. Okay, ma'am. ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ. എക്സാമ്പിൾസ് എല്ലാം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ. ചിലപ്പോ കേൾക്കുമ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് നോക്കി എഴുതാലോ. I'm standing between two walls. വീട്ടിൽ ഇടയിൽ നിങ്ങൾക്ക് പറയാം. I'm standing between two walls. Between us, it is more active.
A child develops rapidly between the age of 13 and 16. They lived in New York between 1998 and 2004. Okay, എക്സാമ്പിൾസ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കി നിങ്ങൾ പറയൂ. എല്ലാവരും പറയണം. പറയണ്ട, പറയുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ എനിക്ക് ക്ലിയർ ആയില്ലെന്ന് വരും. മാക്സിമം ടെക്സ്റ്റ് ചെയ്യോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാട്ടാ. ബിറ്റ്വീൻ വെച്ചിട്ട് പ്രപ്പോസിഷൻ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് മീ. ഓക്കെ, സെൻഡ് ടു മീ. Just wait a second, I will check. ഓക്കെ, ഇതെന്താണ് എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ലല്ലോ ആരും. ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി നിങ്ങള്. എന്താണ് ബിറ്റ്വീൻ, എന്താണ് ഇടയിൽ എന്നാണ് ഞാൻ പറഞ്ഞു. There are fences between all the houses. Okay, according desired between biryani and pasta. Okay, it is it's closed between 1 p.m. and 3 p.m. You could read between the lines. Okay, it's closed between 1 p.m. The same example. നിങ്ങൾ ഗൂഗിൾ നോക്കി എക്സാമ്പിൾ പറയുന്നുണ്ടോ? ഓക്കെ, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഗൂഗിളിലെ സഹായം തേടരുത്. ഓക്കെ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോ നമ്മൾ രണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിലാണ് കൂടുതൽ യൂസ് ചെയ്യുക. രണ്ടോ മൂന്നോ പേര്, ഒരുപാട് ആളുകൾക്കിടയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല കേട്ടോ. കുറച്ച് പേര്, രണ്ടോ മൂന്നോ ആളുകൾക്കിടയിൽ എന്ന് മാത്രമേ നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒന്നിന്റെ ഇടയിൽ, ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ടു വാൾസ്, ഞാൻ രണ്ട് വാൾസിനിടയിലാണ്. അതുപോലെ വേറൊരു പ്രയോഗം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയാനുള്ളത് ചെകുത്താനും കടലിൽ നടുക്കാണെന്ന് പറയില്ലേ, ചെകുത്താനും കടലിനിടയിലാണെന്ന് പറയും. അത് നമുക്ക് ബിറ്റ്വീൻ പ്രപ്പോസിഷൻ വെച്ച് പറയാൻ പറ്റും. എങ്ങനെയാണല്ലോ? ബിറ്റ്വീൻ ദ ഡബിൾ ആൻഡ് ദ സീ. Yes, that between Val and Mary, between dance and music, except for dance mode. Okay. അപ്പോ ഇതുകൂടെ എഴുതാം, ബിറ്റ്വീൻ ദ ഡബിൾ ആൻഡ് ദ സീ. പിന്നെ നമുക്കൊരു കാര്യം പറയാം, ഓരോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ രഹസ്യം നമ്മൾക്കിടയിൽ മാത്രം എന്താ പറയുന്നത് പറയില്ല നമ്മൾ. ഈ ഒരു സീക്രട്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും. അതെങ്ങനെയാണ്? ജസ്റ്റ് കീപ് ദ സീക്രട്ട് ബിറ്റ്വീൻ us. നമ്മൾക്കിടയിൽ മാത്രം ഇത് അറിഞ്ഞാൽ മതി, കീപ്പ് ചെയ്യാന്ന് പറയില്ലേ. സോ അതും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഇപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസും കൂടെ നീ എഴുതി കേട്ടോ. അപ്പോ ഒന്നോ രണ്ടോ ആളുകൾക്കിടയിൽ എന്ന് പറയുമ്പോഴാണ് എന്ത് ഈ ബിറ്റ്വീൻ യൂസ് ചെയ്യാം.
ഓക്കെ ക്ലിയർ അല്ലേ? ബിറ്റ്വീൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഏജ് ആയിക്കോട്ടെ, ഇയർ ആയിക്കോട്ടെ, എന്തിന്റെ കൂടെയും നമുക്ക് ടൈം ആയിക്കോട്ടെ, എന്തിന്റെ കൂടെയും വേണമെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, the shape is standing between two chairs. ഓക്കെ ക്ലിയർ. അപ്പൊ ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ബിറ്റ്വീൻ ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ തന്നെ സെയിം ഒരു സെയിം ഏകദേശം ഒരു സെയിം എന്ന് പറയാനായിട്ടുള്ള പ്രപ്പോസിഷൻ എമങ് പറയും അല്ലെ. എമങ്ങിന്റെ മീനിങ്ങും ഇടയിൽ എന്ന് തന്നെയാണ്. ഓക്കെ, മിഡിൽ ആ ഒരു മീനിങ് തന്നെയാണ് എമങ്ങിന് നമുക്ക് പറയും. There is usually fights between sisters. Usually fights between sisters. Okay. അപ്പൊ എമങ്ങും എഴുതാട്ടോ, ഏകദേശം കണക്റ്റഡ് ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ബിറ്റ്വീൻ രണ്ടോ മൂന്നോ ആളുകൾക്കിടയിൽ, കുറച്ച് പേർകൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് ആളുകൾക്കിടയിൽ, അതായത് ജനക്കൂട്ടത്തിനിടയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലില്ല അല്ലെ. ഇപ്പൊ ഐ സോ ഹിം among the crowd എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജനക്കൂട്ടത്തിനിടയിൽ അവനെ കണ്ടു. ഐ സോ ഹിം among the crowd. മനസ്സിലായോ? അപ്പൊ among ആൻഡ് ബിറ്റ്വീൻ രണ്ടും ഡിഫറെന്റ് ആണ്. ബിറ്റ്വീൻ നമ്മൾ കുറച്ച് ആളുകൾക്കിടയിൽ എന്ന് പറയാനും among നമ്മൾ ഒരുപാട് ആളുകൾക്കിടയിൽ എന്ന് പറയാനും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, is it clear or not? Clear. Yes. അപ്പൊ അടുത്തത് among എന്ന് എഴുതാട്ടോ. അതിന് നോട്ട് കൂടെ എഴുതാം. കുറച്ച് എക്സാമ്പിൾസ് കൂടെ എഴുതുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, the ball hidden among the leaves. ലേസിന്റെ ഇടയിലാണ് അല്ലെ, ഒരുപാട് ലേസിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. There were ducks among the geese. I saw him among the crowd. Okay, examples എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്രൗഡിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിന്റെയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ കറക്റ്റ് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബിറ്റ്വീൻ ആൻഡ് among തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തൊരു പ്രപ്പോസിഷൻ കൂടി കേട്ടോ. ഡിസൈഡ്. നെക്സ്റ്റ് ഡിസൈഡ് ആണ്. ഡിസൈഡിന്റെ മീനിങ് എന്താ? അടുത്ത്, നെക്സ്റ്റ് ഓർ ക്ലോസ് ടു എന്നൊരു മീനിങ്ങിലാണ് ഡിസൈഡ് വരാം. അടുത്ത് ആയിരിക്കും എന്നൊരു മീനിങ്ങിലാണ് ഡിസൈഡ് വരാം. ഹി സിറ്റിംഗ് ഡിസൈഡ് മീ, അവന്റെ അടുത്തിരുന്നു.
ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ. അവൻ എന്റെ അടുത്ത് ഇരുന്നു എന്ന് പറയാം. അപ്പൊ ബിസൈഡിന്റെ മീനിങ് എന്താണ്? അടുത്ത്. അപ്പൊ നമുക്ക് ബിസൈഡ് അല്ലാതെ നമുക്ക് നിയർ പറയാം അല്ലെ? നിയർ അടുത്ത ഒരു മീനിങ്ങിലാണ് വരാം. അതുപോലെ തന്നെ നമ്മൾ അറ്റ് പ്രപ്പോസിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു അറ്റ് ഒരു അടുത്ത്, ആ സെയിം മീനിങ് തന്നെയാണ് അറ്റും വരാം അല്ലെ? അപ്പൊ ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് ഒരെണ്ണമാണ് ഡിസൈഡ് എന്നുള്ളത്. അപ്പൊ അത് എഴുതാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൂടെ എഴുതണം. ഓക്കെ, ഡിസൈഡ് എക്സാമ്പിൾസ് എഴുതാം. I saw a strange man beside his car. I saw a strange man beside his car. അവന്റെ കാറിനടുത്ത് ഞാൻ ഒരു സ്ട്രേഞ്ച് മാനെ കണ്ടു എന്നാണ് പറയുന്നത്. She sat beside him at dinner. She sat beside him at dinner. ഇന്ന ടൈമില് അവളുടെ അടുത്ത് ഇരുന്നു. അവളുടെ അടുത്ത് അവൻ ഇരുന്നു. He is sitting beside me. They are walking beside me. Tom stood beside Meera. Can I sit beside you? Can I sit beside you? They are sitting beside everyone. Yes, fine. Okay, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബിസൈഡിന്റെ എക്സാമ്പിൾസ് വരാം. മീനിങ് ക്ലിയർ ആയി, എക്സാമ്പിൾസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് എക്സാമ്പിൾസ് എല്ലാം എഴുതാം. അതിനുശേഷം ഞാൻ പ്രപ്പോസിഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും കേട്ടോ. അപ്പൊ എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. എല്ലാവരും ചെയ്യണോട്ടോ, അത്യാവശ്യം ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ട്. സോ എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസിലൂടെ നമുക്ക് പ്രപ്പോസിഷൻ പഠിക്കാൻ പറ്റും. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. അതുപോലെ നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ആകുന്നുണ്ട്, നിങ്ങൾ തിങ്കിങ് പ്രോസസ്സിംഗ് ഡെവലപ്പ് ആകുന്നുണ്ട്, ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രോസസ് നമ്മൾ ആ ടൈമിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് എക്സാമ്പിൾസ് പറയാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞോ? മിസ് എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ഏതാട്ടോ? ബിസൈഡ്സ്. ബിസൈഡും ബിസൈഡ്സും രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ? എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Is it the same or not, or different? What's your opinion? Different. Okay. Difference and okay. Okay. Yeah. എന്താണ് ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഫിസാൻ റോഷ്നി. ബിസൈഡ്സ് കൂടാതെ എന്നല്ലേ? കറക്റ്റ്. ബിസൈഡ്സ് കൂടാതെ എന്നാണ് കേട്ടോ മീനിങ് വരാം. ബിസൈഡ്സിന്റെ മീനിങ് കൂടാതെ. ഡിസൈഡ് വേറെ, ബിസൈഡ്സ് വേറെ, മാറി പോകരുത് കേട്ടോ. ഡിസൈഡ്സ് എന്താണ്? കൂടാതെ. എഴുതി വെക്കൂ കേട്ടോ, കൂടാതെ. രണ്ടും കൺഫ്യൂസിങ് ആയിരിക്കും, അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് ഞാൻ പറയുന്നത്.
ഒരിക്കലും മറക്കാൻ പാടില്ല. കൂടാതെ എന്നാണ്. She couldn't see anyone besides an old man. അവിടെ ആ old man കൂടാതെ അവിടെ ആരെയും കണ്ടില്ല, കാണാൻ കഴിഞ്ഞില്ല എന്നൊരു മീനിങ്ങിലാണ്. She couldn't see anyone there besides an old man. എന്നാ തിരിച്ചും പറയാം കേട്ടോ. ഇനി തന്നെ പറയാൻ നിർബന്ധമില്ല, തിരിച്ചും നമുക്ക് ആ സെന്റൻസ് തിരിച്ചും വേണമെങ്കിൽ പറയാം. അതായത് besides an old man she couldn't see anyone എന്നും പറയാം. സെയിം തന്നെയാണ് ഞാൻ എഴുതുന്നത്, തിരിച്ചും മറിച്ചും പറയാവുന്നതാണ്. besides an old man she couldn't see anyone, and she couldn't see anyone besides an old man പറയാം. ഓക്കെ, she wants to learn Spanish besides English. ഇംഗ്ലീഷിനെ കൂടാതെ സ്പാനിഷ് പഠിക്കാൻ അതിൽ നിന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. Besides, I was very busy. കൂടാതെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, വളരെയധികം ബിസി ആയിരുന്നു. നമ്മള് ഒരു പ്രയോഗം അങ്ങനെ പറയാറുണ്ട് മലയാളത്തിൽ. ഇതെങ്ങനെയാണ് പറയുന്നത്? Besides, I was very busy. He speaks 2 languages besides English. ഇംഗ്ലീഷിനെ കൂടാതെ 2 ലാംഗ്വേജ് കൂടി സംസാരിക്കും. I have a sister besides a brother. എനിക്ക് ബ്രദറിനെ കൂടാതെ 2 സിസ്റ്റേഴ്സ് കൂടി ഉണ്ട്. What other sports do you play besides tennis? ടെന്നീസിനെ കൂടാതെ നീ എന്ത് പ്രോഗ്രാം, എന്ത് സ്പോർട്സ് ആണ് നീ കളിക്കുന്നത്? ഈ രീതിയിലൊക്കെ നമുക്ക് എക്സാമ്പിൾസ് പറയാവുന്നതാണ് കേട്ടോ. ഡിസൈഡ് ആൻഡ് ബിസൈഡ്സ് ക്ലിയർ ആയി. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് പ്രപ്പോസിഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും പ്രപ്പോസിഷൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാമോ?
എല്ലാ പ്രിപ്പോസിഷനും പറയുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ് ആവശ്യം വരില്ലേ. ഓക്കെ, ഇനി ഏതെങ്കിലും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ് പ്രിപ്പോസിഷൻസ് ഉണ്ടോ? ഓക്കെ, ദെൻ പറയൂ. ഇൻ കോൺട്രാസ്റ്റ് ഒരുപാട് കുറച്ച് എന്താണ് അത്രയും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കുറച്ച് പൊസിഷൻസ് ആണെങ്കിൽ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൺഫ്യൂസിങ് ആകരുത്. പറഞ്ഞതും പഠിച്ചതും ഒന്നും മറന്നു പോകരുത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണേ. ഇനി ഏതൊക്കെയാണെന്ന് പറയോ? മനു മ്യൂട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാം ക്ലിയർ ആണോ? വേറെ ഡൗട്ട് ഒന്നുമില്ല? ഏതെങ്കിലും പ്രപ്പോസിഷൻ അറിയണമെന്നൊന്നുമില്ല? ഓക്കെ, ഞാൻ പ്രൊഫൈൽ നെയിം ആണ് ഓർഡർ കാണാം. പേര് ഞാൻ ഓർക്കാറില്ല പൊതുവെ. ആ പ്രൊഫൈൽ നെയിം വെച്ചിട്ടാണ് ഞാൻ വിളിക്കാറ് കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ, ക്ലിയർ ആണോ അല്ലയോ? റെസ്പോണ്ട് ചെയ്യൂ. ഇതിന് മിണ്ടാതിരിക്കരുത്. നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ എങ്ങനെയാ മനസ്സിലാക്കാ? ആ പറയൂ, ഇതുവരെ പ്രപ്പോസിഷൻസ് എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ മിസ് എടുത്തത് വരെ ക്ലിയർ. ക്ലിയർ ആണ്. ഏതെങ്കിലും പ്രപ്പോസിഷൻ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി ഏതെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയ പ്രപ്പോസിഷൻസോ അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഇൻടു ഉണ്ട് മാം. ഇൻടു ഉള്ളിലേക്ക് ഒരു മീനിങ് ആണ്. I jumped into the pond. I jumped into the river. ഞാൻ റിവറിലേക്ക് ചാടി. Into the river. I dipped my finger into the honey. ഞാൻ ഡിപ്പ് ചെയ്തു, ഹണിയിലേക്ക് ഡിപ്പ് ചെയ്തു എന്ന് പറയാം. ഹണിയിലേക്ക്, മനസ്സിലായോ? ആ ഒരു മീനിങ് ആണ് ഇൻടു വരാം. I dipped my fingers into the honey എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആ ഒരു മീനിങ് ആണ് ഇൻടു വരാം. She ran away into the room എന്ന് പറയാം. റൂമിലേക്ക് ഓടി. സിമ്പിൾ ആണ്. ഇൻടു മീൻസ് ഇതിലേക്ക് എന്ന മീനിങ്ങിലാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രപ്പോസിഷൻ ക്ലോസ് ചെയ്യാം. നമുക്ക് വേറൊരു പോർഷൻസിലേക്ക് പോവാം. എബോവ് എന്താണ്? എബോവ് മുകളിൽ എന്നൊരു മീനിങ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. നമുക്ക് എബോവ് പറയുമ്പോൾ ഒരുപാട് ഉണ്ടല്ലോ. ഓൺ ഉണ്ട്, എബോവ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ കേട്ടോ. നിങ്ങള് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. Okay. Okay, ma'am. Yeah. Questions ഒന്ന് വായിക്കാം, and then അത് ആൻസർ ചെയ്യാം. Okay. ആരാ പറയാ? ആൻസർ എല്ലാവരും കൂടെ പറയണ്ട. നിങ്ങൾ എല്ലാം ടെക്സ്റ്റ് ചെയ്താൽ മതി ആൻസർ. ഓക്കെ, ഒരാൾ ക്വസ്റ്റ്യൻ വായിക്കൂ. The calculator is dash the table. Answer. On the table. On the table. On the table. Yes.
on the table. Yeah, correct ആണ്. Next. അടുത്ത question വായിക്കൂ. He was angry. Sorry, he was angry dash me. ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ അടക്കം വായിച്ചെന്ന് വരും. He was angry dash me. With me ആണ്. He was angry with me. Okay, എങ്ങനെയാ വരാ? Then your teacher is not satisfied dash your study. With your study ആണ്. Sorry. Yeah. With your study ആണ്. Your teacher is not satisfied with your study. Then he should take care dash his health. Take care of his health ആണ്. Take care of his health. John traveled dash train. Already answer type ചെയ്ത് വെക്കാം കേട്ടോ. By train. Sixth one ആണ് പറഞ്ഞത്. Sixth one ആൻസർ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ജോൺ ട്രാവൽഡ് ബൈ ട്രെയിൻ ആണ് കേട്ടോ. ബൈ ട്രെയിൻ കറക്റ്റ് ആണ്. I was born dash 1986. In. Yes. In ആണ്. I was born in 1986. I have been a journalist dash 2 years. I have been a journalist dash 2 years. ഇതാണ് ആൻസർ വരുന്നില്ലല്ലോ. മീനിങ് ഒന്ന് നോക്കിയേ. മീനിങ് പോലെ I have been a journalist dash 2 years. Since. ആണോ? സിൻസ് ആണോ? For. സിൻസ് അല്ലെങ്കിൽ 4 ആണെന്നല്ലേ. 2 വർഷമായിട്ട് ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് പറയാം. ജേർണലിസ്റ്റ് ആണ് 2 വർഷമായിട്ട്. അപ്പൊ ആൻസർ 4 ആണ് കേട്ടോ. I have been a journalist for 2 years. Okay, since വരുമ്പോ ഇയർ ആയിട്ട് വരില്ല. 2 years എന്ന് പറഞ്ഞ് വരില്ല. രണ്ട് ഇയർ ഇപ്പോ ആ വർഷം മുതൽ എന്ന് പറഞ്ഞേ വരൂ. മനസ്സിലായോ? അപ്പോ I have been a journalist for 2 years ആണ്. Next, 81. She left university 3 years Ago. Yeah. She left university 3 years ago. 3 വർഷങ്ങൾക്ക് മുൻപ് ലെഫ്റ്റ് ആയി എന്നാ പറയുന്നത് അല്ലേ? Then next question, he is lived abroad dash 1998. Since. Yeah, 1998 മുതൽ അവിടെയാണ് അല്ലെ? അബ്രോഡ് ആണ് താമസിക്കുന്നത്. അപ്പൊ സിൻസ് ആണ്. He is lived abroad since 1998. Is your brother dash home? At home. Yeah, is your brother at home? No one can live dash water. അത് ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? No one can live dash water. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. No one can live without water. Next, she has been absent dash Wednesday. She has been absent dash Wednesday. On. വന്നെന്ന് പറഞ്ഞ് ഓൺ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ആ സെന്റൻസിന്റെ മീനിങ് നോക്കൂ ആദ്യം. ബുധനാഴ്ച മുതലുള്ള ആബ്സെന്റ് ആണ് എന്നാ പറയുന്നത്.
She has been absent since Wednesday. Okay. Yeah, since Anna. Next, the mountains were covered dash snow. No. Yeah, with snow. Okay. Next, the snake was killed dash somebody. Yeah, by somebody ആണ് ആരെയാലോ കൊല്ലപ്പെട്ടു എന്നാ പറയല്ലേ. The snake was killed by somebody. The Chennai Express starts dash Coimbatore. From. Yes. From one. Okay. Clear അല്ലേ? അപ്പൊ പ്രൊപ്പോസിഷൻ ഏകദേശം ക്ലിയർ ആണ് അല്ലെ? Yes, miss. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യണേ, നിങ്ങള് ഞാനിപ്പോ നിലവില് പറഞ്ഞ പ്രൊപ്പോസിഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരും ഞാൻ ഏതൊക്കെയാണ് പ്രൊപ്പോസിഷൻ എടുത്തത്? വിച്ചിരി, ഹേമ, വിസാൽ, വിസാൽസ്, നാലെടുത്തോളൂ അല്ലെ? ഇത് കൂടുതൽ വേണമെന്ന് തോന്നുന്നില്ല. ഇനി പ്രൊപ്പോസിഷൻ വേണമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? എന്താണ് പ്രൊപ്പോസിഷൻ എന്നും എങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായാലോ? അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, സോ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടോ. Among the boys, Tom is my favorite student. Okay. During the rain, my dog came from outside and during the rain, my dog came in from outside and stand among the furniture. Secure mistakes feeling in the dog. Okay, then അടുത്ത എക്സാമ്പിൾസ് പറയൂ. They lived in Bombay, which is India. I'm saying between a big rock and small rock. Okay. He was sitting beside me. I saw her among the shop, as well as my pen among the books. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നിന്ന് കോപ്പി അടിച്ച് ഒന്നും ടെക്സ്റ്റ് എക്സാമ്പിൾസ് പറയൂ കേട്ടോ. മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. One can sing this song of കോപ്പി ചെയ്യാം. ചില എക്സാമ്പിൾസ് കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കോപ്പി ആണോ ക്രിയേഷൻ ആണോ എന്നൊക്കെ മനസ്സിലാവും കേട്ടോ.
I'm standing beside, I'm standing between my son and the daughter. Yeah. Okay. Then ക്ലാസ് തീർന്നിട്ടില്ല കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമ്മസ് വരുന്നുണ്ട്. എന്നെ ക്യാമറ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, വാക്കിംഗ് beside me. Siobhan Sloan does beside me. Yes, you can relate. She's standing in friends. As exchange woman beside the card. To face the pressure of the sides of football. ഓക്കെ, അപ്പോ പ്രപ്പോസിഷൻ ക്ലിയർ ആണ്. ഇനി ഒരുപാട് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ടോപ്പിക് എടുക്കാനോ? ഓക്കെ ആണോ? നമ്മൾ ഇതുവരെ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്തെന്ന് പറഞ്ഞേ? ഏതൊക്കെയാ എടുത്തേ? നൗൺ, പ്രോനൗൺ, ഏതൊക്കെയായിരുന്നു? Noun, pronoun, adjective, adverb. Noun, pronoun, adjective, adverb, preposition. ഓക്കെ, വെർബ് എടുത്തിരുന്നോ? എന്താണ് വെർബ്? പറഞ്ഞല്ലോ ഞാൻ അല്ലേ? പറഞ്ഞു. ഓക്കെ, അത്യാവശ്യം ഒരു സെന്റൻസിന് വേണ്ട എല്ലാവരും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ടെൻസിലേക്ക് പോവാട്ടോ. ഓക്കെ, ടെൻസ് പഠിക്കാൻ റെഡി ആയിട്ട് വരാം എല്ലാവരും. നന്നായിട്ട് ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്, അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടെൻസ്. നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ മാക്സിമം ഓൺലൈൻ തന്നെ, ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. റെക്കോർഡ് ക്ലാസ് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഗ്രാമർ പഠിക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഇംഗ്ലീഷ് പൊതുവെ അറിയാലോ, ബോറിംഗ് ആയിരിക്കും. പക്ഷെ പഠിക്കാൻ നോക്കാം. ബോറടിച്ചാലും മാക്സിമം ഇരുന്ന് പഠിക്കാൻ നോക്കാം. പിന്നെ ഇത് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ മാക്സിമം ഈ ടെക്സ്റ്റ് ത്രൂ അല്ലാതെ നിങ്ങൾ
ഓറലി സംസാരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ കുറച്ച് നിങ്ങളും കൂടെ കുറച്ച് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് മാക്സിമം ബോറിംഗ് അല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഞാൻ മാത്രം ഇരുന്ന് പറയുമ്പോ നമുക്ക് രണ്ടുപേർക്കും ബോറടിക്കും. ഓക്കെ, അറിയാലോ ഗ്രാമർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അക്കൗണ്ടിലും അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളും കൂടെ വിചാരിക്കണം. ഓക്കെ, അപ്പോ ടെൻസ് നന്നായിട്ട് പഠിക്കണം. ഇപ്പോ പഠിച്ച ഇതുവരെ ഞാൻ എടുത്ത എല്ലാ പോർഷൻസും, അതായത് നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, ഇതെല്ലാം വെർബ്, ഓക്സിലറീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ടെൻസില് നമുക്ക് ആവശ്യമാണ്. സോ ഒന്നും മറക്കരുത്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും മറക്കരുത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ടെൻസിലേക്ക് കടക്കാൻ പറ്റൂ. കാരണം ടെൻസ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സഹായം ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോ ഇതുവരെ എടുത്ത എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ടെൻസും അറിയാം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഇനി എന്തെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രപ്പോസിഷൻ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് തന്നാൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? എല്ലാവരും റെഡി ആണോ? ഞാൻ വർക്ക് തന്നു എന്ന് വിചാരിക്കുക, അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? ആണോ? പറയൂ, എനിക്ക് എല്ലാവരും ഒപ്പീനിയൻ അറിയണം. റെഡി ആണോ എല്ലാവരും? ഒന്നോ രണ്ടോ പേര് മാത്രം പറയുന്നുള്ളൂ റെഡി ആണെന്ന്. ആണോ? റെഡി. റെഡിയാണ്. വർക്ക് തരുമ്പോ മിണ്ടാതിരിക്കരുത് കേട്ടോ. ഓക്കെ, ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. ക്ലാസ്സിൽ മാക്സിമം എന്നോട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. പേടിയോ, നമുക്ക് ടെൻഷനോ പേടിയോ ഒന്നും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വേണ്ട. നമുക്ക് എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. ഓക്കെ, കംഫർട്ടബിൾ ആകാം. മെയിൻ ആയിട്ട് അതാണ് ഏറ്റവും ആവശ്യം. നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജും നമുക്ക് കൈകാര്യം ചെയ്യാനും ഒക്കെ നമുക്ക് സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ ചില്ലായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക, കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഞാൻ വർക്ക് തരുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനും നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. പുതിയൊരു പോർഷൻ ആയിട്ട് ടെൻസ് ആയിട്ട് കാണാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. So let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am.